പപ്പ പണിക്കാരനായി. നമ്മളിവിടെ പണി തന്നെ ആക്കുന്നത്. ഇവിടെ ഒരു പണിക്കാർ വന്ന് ഇപ്പൊ ഓണർ ഇവിടെ ആയല്ലേ. അപ്പൊ നമ്മള് പണിയെടുത്തോണ്ട് 6 കിലോ വൈകിട്ടാവുണ്ട്. നിന്റെ തന്നെ എടുക്കാം മകനെ. ഇതാ ഇത് ഇവനക്ക് പേട്ട കെട്ടിക്കൊണ്ടുണ്ട് ഏറ്റാൻ വേണ്ടിട്ട്. നിനക്ക് വേണ്ട പേട്ട എടാ അതൊക്കെ സ്റ്റാർട്ട് എല്ലാ കാളിയാവണം ഇഞ്ഞ്. ഓക്കെ പേട്ട ഗോ പേട്ട റൈറ്റ്. ഓക്കെ ആ അപ്പോൾ ഇതാ വലിയ മനുഷ്യന്മാർ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തോണ്ട്. എന്തായി പോയി? ആ അങ്ങനെ ബെറ്റർ വന്നാലല്ലേ സുഖം കിട്ടുമല്ലോ. എന്താക്കണം ഇപ്പോൾ കേട്ടാ എന്നാ കെട്ടിയിട്ടായി വെച്ചിട്ടായി വലിയ മനുഷ്യന്മാർ പണിയെടുത്തോണ്ട്. നാനും അത്ര തന്നെ ഇത്ര നേരം ഈ മെഷീനെല്ലാം അടിച്ചുകൊണ്ടുണ്ടായത്. ഇവർ വെറുതെ വന്നവർ. പപ്പ പൊട്ടിച്ചിട്ടില്ലേ? ഹായ് മക്കളെ. എന്താ ഇതൊക്കെ സുസ്തായാ? ടീ ടൈം എന്താ തിന്നോണ്ടില്ല? ഇതാ 2 ബീഹാർക്കാര് പണിയെടുത്തിട്ട് സുസ്തായിട്ട് എന്ത് തിന്നോണ്ടില്ല നീച്ച? 2 നേപ്പാളികൾ. ഇത് നമ്മൾ പുറത്തുനിന്ന് പണിക്ക് വിളിച്ചിട്ടുള്ളത് അല്ലേ? നിങ്ങൾ എവിടത്തെ ഒരു അതെ ഇതൊന്ന് അസം, ഇത് നേപ്പാളി. മണിക്കൊടുക്ക് സണ്ണ പൊണ്ണമ്മാന്ന്. വെരി ഗുഡ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പാത്രം കേൾക്കുന്നതെല്ലാം ഇങ്ങനെ അടുക്കളയിലുള്ള സിങ്കെല്ലാം പൊട്ടിച്ച് കൊണ്ടുവന്ന് ഇവിടെ പുറത്ത് ഇങ്ങനെ സെറ്റാക്കില്ല. അപ്പോൾ രാത്രി പകലോ ഇവർ ബീഹാർക്കാർ ആൾട്ടായിട്ട് പണിയെടുത്തോണ്ടില്ലത് ഇത്. ഓ ആയാ എത്രാമത്തെ ട്രിപ്പ്? വേഗാക്കി. അപ്പോൾ നമ്മളുടെ ഇതാ ടൈൽസിൻ്റെ പണി, ബാത്റൂം ടൈൽസ് ഏകദേശം ഇവിടെ വരെ ആയിന്. ഇവർ തന്നെ ആക്കിയിട്ടില്ലേ? ഭയ്യ തുമാര നാം ക്യാ ഹൈ ഭയ്യ? ജാബിർ. തുമാര ഇവർ ഇന്നലെ നമ്മളുടെ ഇവിടെ വന്നിന്. പണി മാത്രം സൂപ്പർ പണി. പിന്നെ ഫിനിഷിങ് അത്ര തന്നെ നല്ല ഫിനിഷിങ് പണിയെടുക്കുന്നുണ്ട്. ഞാൻ നമ്മളുടെ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഇവരുടെ നമ്പർ കൊടുക്കാം. നമ്മളുടെ കൊടകിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നിട്ട് അവർ വീട്ടിൽ തന്നെ ആൾട്ടായിട്ട് എടുത്ത് തരും. കുറേ ദിവസത്തിൻ്റെ ശേഷം അമ്മ വന്നിന്. അമ്മനെ നാനെന്നെ പോയിട്ട് കൂട്ടിയിട്ട് വന്നേ. എന്താ പറഞ്ഞാൽ അമ്മ ഇപ്പം മഴയെ കൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടായിട്ടില്ല. അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീട് പണി ഇക്കൊല്ലം നടക്കില്ലാന്ന്. പിന്നെ നമ്മൾ എന്തെല്ലാം ആക്കിയിട്ട് വീട് പണീനെ ഏകദേശം തീർത്തിന് ഒരു 90%. അതിൽ നമ്മളുടെ ധന്യൻ്റെ എഫേർട്ടും കുറേ ഉണ്ട്. ഇപ്പോൾ അവളുടെ കൗത്തിൽ കാണുന്നത് ഒറിജിനൽ അല്ല. അത് ഒറിജിനൽ ഒരു ചെയിൻ ഉണ്ടായി. അതിപ്പോൾ ബാങ്കിലുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മൾക്ക് കെട്ടി തീർക്കണങ്ങനത്തെ സാഹചര്യവും വന്ന്. പിന്നെ ഇത് കുറേ ദിവസത്തിൻ്റെ ശേഷം അമ്മ വന്നിന്. അമ്മനെ പോയിട്ട് നമ്മൾ കൂട്ടിയിട്ട് വന്നത്. അതെന്താ പറഞ്ഞെങ്കിൽ
അമ്മ വിചാരിച്ചിട്ടുണ്ടായി ഇക്കൊല്ലം ഈ വീട് പണി നടക്കൂലാന്നില്ല ഒരു ഫീലിംഗിൽ അമ്മ ഉണ്ടായി. നമ്മളും വിചാരിച്ചുണ്ടായി നടക്കൂലാന്ന്. പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് വീടിൻ്റെ പണി തീർക്കണം പറഞ്ഞിട്ട് വീട്ടിലുണ്ടെ സ്വർണ്ണം കീറിനെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങനെ പറയുമ്പോൾ അതാ ഭാര്യയ്ക്ക് ഭയങ്കര ഫീലായി ഉണ്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഏകദേശം ഇത്ര തീർത്തിന്. അപ്പം അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അടുക്കള പണി ഒരു വിധം തീർന്ന്, ഇതെല്ലാം ഡ്രോയറിൻ്റെ പണിയെല്ലാം തീർന്നിന്. പിന്നെ ഇവിടുന്ന് അമ്മയ്ക്ക് സന്തോഷമായി. നമ്മളുടെ വീട് മാതിരി ആയി നിന്ന് അന്ന് പൊളിച്ചിടുമ്പോ വന്നിട്ട് തലയെല്ലാം തിരിഞ്ഞിട്ട് പോയതാണ്. അന്നെങ്കിൽ ഇപ്പൊ സന്തോഷമായപ്പ ഇനി കുറച്ചുണ്ട്, അത് ആയിക്കോളൂ. സ്റ്റെയർ കേസ് പണിയും കഴിഞ്ഞിന്. പിന്നെ നമ്മളുടെ ഏകദേശം ടൈൽസ് ഇട്ടിട്ടായി. ഒരു ഇച്ചിരി ആചാരി പണി ബാക്കിയുണ്ട്. പിന്നെ പെയിൻറ്റിങ് അടിക്കാൻ ബാക്കിയുണ്ട്. വലിയ ഒരു കാര്യം പറഞ്ഞാൽ ഇതാ ബാത്റൂമിൻ്റെ പണി. ബാത്റൂമിൻ്റെ പണി 100% കംപ്ലീറ്റ് ആയിന്. പെയിൻറ്റിങ് ബാക്കിയുണ്ട്, അത് അർജൻറ്റിലാക്കിയെടുത്തത്. പിന്നെ പുറത്ത് പെയിൻറ്റിങ് ബാക്കിയുണ്ട്. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിന്. അപ്പോൾ അമ്മ എങ്ങനെ ഉണ്ടാവും ഇപ്പോൾ കുറേ ദിവസത്തിൻ്റെ ശേഷം വന്നിട്ട് ഇവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത്രയ്ക്കായ വീട് ഇനി കുറച്ചുണ്ട്, അതും ആയിക്കൊള്ളുന്നു. മനസ്സിൽ ഒരു സമാധാനം ഉണ്ട്. അതിൽ മെയിൻ കഷ്ടപ്പെട്ടുണ്ടായത് തന്നെയാണ്. അതെ, എന്താ പറഞ്ഞത്, എന്താക്കിയുണ്ടായി തന്നെയാ കുളിയെല്ലാം കുളിയെല്ലാം രസം അവിടെ പണിയെടുക്കുന്ന സ്ഥലത്ത്. അതെ, തുണി അളക്കുന്നതും കുളിയും എല്ലാം കുട്ടികളെയും മക്കളിനെയും എല്ലാം വലിച്ചോണ്ട് വരും. പാവമായത്ത് ഇപ്പൊ അവൾക്കാണ് കുറച്ച് സമാധാനമായിട്ട് കിട്ടിയത്. അപ്പോൾ ഒന്നുമില്ല, നമ്മളുടെ പണി ഏകദേശം ഒരു 90% തീർന്നിന്. ഇനി ലേശം പെയിൻറ്റിങ് എല്ലാം ആക്കിയെങ്കിൽ താഴത്തെ പണി 100% ഫിനിഷ് ആവും ഇല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലുണ്ടല്ലേ, അത് നമുക്ക് നമ്മളുടെ സൗകര്യം പോലെ കെട്ടാം. ഇപ്പം താഴത്തേത് നമുക്ക് അടുക്കളയും ബാത്റൂമും മെയിൻ അല്ലേ അമ്മ. അപ്പോൾ ഇതന്നെ നമ്മളുടെ പ്ലാൻ ഉണ്ടായത്. ഇതാ അമ്മയ്ക്ക് ബാത്റൂമുക്ക് യൂസ് ആക്കണം പറഞ്ഞാൽ ഇങ്ങനെ നേരെ ഒരു സ്റ്റെപ്പും ഇല്ലാണ്ട് നേരെ നടന്നുകൊണ്ട് ബാത്റൂമുക്ക് എത്തണം അല്ലേ അമ്മ. ഈൻ്റെ മുകളിൽ കൂടി കയറി നോക്കാണ്ട് ഇന്ന് മണീനെ കാണാണ്ട് അമ്മ കേറിയിട്ട് ഇന്നാണ് നോക്കിയത്. മേലെ പോയിട്ട് എല്ലാം പാങ്ങ് കെട്ടിന്. ഇനി പണ്ടത്തെ വന്ന് എപ്പോൾ വരുമോ പറഞ്ഞിട്ട് എല്ലാം കയറിയിട്ടെല്ലാം നോക്കി. എന്നിട്ട് എല്ലാം ഇപ്പം നെക്സ്റ്റ് എല്ലാ വീട് പണിയെല്ലാം ഫിനിഷ് ആയിട്ട് ചുണ്ണം കിണ്ണമെല്ലാം അടിച്ചത് അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരും പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല, ഏട്ടൻ്റെ അവിടെയും അമ്മ ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. ആയെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി അമ്മ അവിടെ ഉള്ളത്. അതിക്കില്ല കാരണം എന്താ പറഞ്ഞാൽ അമ്മയ്ക്ക് സുഖമെല്ലാം ഉണ്ടാകുമ്പോൾ ഇവിടെ ബാത്റൂമൊക്കെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാനാവില്ല. അപ്പോൾ അതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമ്മളിപ്പോൾ വീടിനെ ഒരു ലെവലാക്കി എടുത്തിന്. ഇനി ഏട്ടൻ്റെ കൂടിയും ഉണ്ടാവും, ഇവിടെയും ഉണ്ടാവും. അങ്ങനെ മുകളിൽ നമ്മൾ ജാലി ബ്രിക്സിൽ റൗണ്ട് കവറാക്കിന്. ജാലി ബ്രിക്സിൽ ഫുള്ള് കവറാക്കിന്. ഇതിക്ക് ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ഇന്നലാക്കിയത്, അതിനെ കൊണ്ട് മുകളിൽ ഒരു പ്ലാസ്റ്റിക് എല്ലാം വെച്ചിട്ട് കവറാക്കിന്. ഇത് ഫിനിഷിംഗ് എല്ലാം ആയെങ്കിൽ നല്ല പാങ്ങുണ്ടാവും. അതന്നെ റോഡ്. വീട് പണിയെല്ലാം തീർന്ന് കിട്ടി. ഇനി കുറച്ചേ ബാക്കിയുള്ളത്. ഇനി ഫുള്ള് തീർന്ന പിന്നെ കുടുംബക്കാർക്ക് കാണിച്ചു. ഇനി എല്ലാം തീർന്ന പിന്നെ നമ്മളുടെ കുടുംബക്കാർക്ക് ക്ലിയർ ആയിട്ട് കാട്ടിക്കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. പിന്നെ ഈ വീഡിയോ ആക്കാനുള്ള ഉദ്ദേശവും അത്ര തന്നെ. എന്താ പറഞ്ഞാൽ നമ്മൾക്ക് വാട്സപ്പിലെല്ലാം കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് വീട് പണി ആയാന്ന്. അപ്പോൾ ഏതുവരെ ആയിനില്ലതിനെ ചെറുതായിട്ടൊന്ന് കാട്ടി കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ ഈ വീഡിയോ ആക്കീന്. അപ്പോൾ അടുത്ത നല്ല വിശേഷമായിട്ട് കാണാം. ബൈ.